ഹായ് ഹലോ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ പോയത് ആറന്മുള വള്ളസദ്യക്കാണ് കേട്ടോ. ഇതിന് മുന്നേ പ്രാവശ്യം നമ്മൾ നാലമ്പലം പോയായിരുന്നു കർക്കിടക മാസത്തിൽ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറന്മുള വള്ളസദ്യക്ക് പോയി. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടുന്നത്. നമ്മൾ ആറന്മുളയിൽ എത്തിയിട്ടോ. വീഡിയോ കാണുന്ന പോലെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം മുഴുവൻ തന്നെ മഴയായിരുന്നു. അപ്പം നമ്മൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിയത് പഞ്ചപാണ്ഡവർ നിർമ്മിച്ച വേറെ ഒരു 4 അമ്പലങ്ങൾ കയറിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. അതായത് തൃച്ചിറ്റാട്ട് മഹാവിഷ്ണു ക്ഷേത്രം, പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം, തിരുവൻമണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം, തൃക്കുടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. ഇങ്ങനെ ഇതെല്ലാം പഞ്ചപാണ്ഡവർ നിർമ്മിച്ചാണ്. അതുപോലെ തന്നെ 5ാമത്തെ അമ്പലം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഈ 5 അമ്പലങ്ങളും ഒരു ദിവസം തന്നെ തൊഴുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ശ്രീ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ സെയിം പ്രതിഷ്ഠ തന്നെയാണ് കേട്ടോ ഗുരുവായൂരിലുള്ളത്. കേരളത്തിലെ ഏറ്റവും പേര് കേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 6 അടിയിലധികമാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. അതായത് ഭഗവാൻ കൃഷ്ണൻ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠയുള്ളത് ആറന്മുളയിലാണ്. ഈ വള്ളസദ്യ എന്ന് പറയുന്നത് ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കേട്ടോ ഇവിടുത്തെ ആറന്മുള വള്ളസദ്യ. അത്യാവശ്യം തിരക്കുണ്ട്. മഴയാണെങ്കിൽ കൂടിയും ആളുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാവരും തന്നെ കുടയൊക്കെ ചൂടി അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. അർജുനൻ തൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്നും ഐതിഹ്യമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ ആറന്മുള ക്ഷേത്രത്തിൽ ചോറൂണ് നടത്തുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കീഴ്തൃക്കോവാണ് കേട്ടോ. അവിടെ ബലരാമനും പരമശിവനും ഗണപതിയുമാണ് പ്രതിഷ്ഠയുള്ളത്. ഇപ്പോൾ ഉച്ചയാകാറായിട്ടുണ്ട് കേട്ടോ. ക്ഷേത്രത്തിൽ സാധാരണ 5 പൂജയുണ്ട്. എങ്കിലും ഉച്ചപൂജയ്ക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതലുള്ളത്. അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നു എന്നും ആ സമയത്ത് ഭഗവാന്റെ ചൈതന്യം കൂടുതലുണ്ടാവുമെന്നാണ് വിശ്വാസം. ഉച്ചപൂജ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പൂത്താലവും ഈ പറയും ഇതെല്ലാം ഈ വള്ളസദ്യ നടത്തുന്നവർ ഭഗവാന് സമർപ്പിക്കുന്നതാണ് കേട്ടോ. ഇതിനെപ്പറ്റി കൂടുതലും എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവർ ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാവേ. കുറച്ച് നേരം ഇവിടെ നിന്ന് ഈ വഞ്ചിപ്പാട്ടൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വള്ളം വരുന്നത് കാണാനായിട്ട് പോയിട്ടോ. Ah!
വള്ളം വരുന്നതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ. അതായത് പാഞ്ചജന്യത്തിലാണ് നമുക്ക് ബുക്കിംഗ് കിട്ടിയിരുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് പാഞ്ചജന്യത്തിലായിരുന്നു നമുക്ക് ബുക്കിംഗ് കിട്ടിയത്. 11:30 ആകുമ്പോഴത്തേക്കും വരണം എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പാഞ്ചജന്യത്തിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ നേരെ കൂപ്പൺ എടുക്കാൻ ചെല്ലണം. അവിടെ പോയി നമ്മൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അത്രയും പേർക്കുള്ള കൂപ്പൺ, നമ്മൾ പൈസ അടച്ചതിൻ്റെ പ്രൂഫ് കാണിച്ചു കഴിയുമ്പോൾ അത്രയും പേർക്കുള്ള കൂപ്പൺ അവർ കീറിത്തരും. അതിനുശേഷം നമുക്കവിടെ റെസ്റ്റിംഗ് റൂമുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാം. നമ്പർ അനുസരിച്ച് അവർ നമ്മളെ ഭക്ഷണം കഴിക്കാനായിട്ട് കയറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ വള്ളപ്പാട്ടൊക്കെ പാടി അങ്ങനെയാണ് കേട്ടോ ഓരോ സദ്യയുടെ ഓരോ കൂട്ടങ്ങൾ ചോദിക്കുന്നതും. ഇതുപോലെ പാട്ടൊക്കെ പാടിയാണ്. നല്ല ഭംഗിയാണ് കേൾക്കാനും കാണാനും ഒക്കെ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇവിടെ വരണം മീൻസ് ഇതുപോലെ വള്ളസദ്യ കഴിക്കാനായിട്ട് വരണം. അത് നമുക്ക് ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ്. ഇവിടെയാണ് കേട്ടോ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തവർക്ക് കിട്ടുന്നത്. ഇത് കണ്ടല്ലോ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കഴിക്കാനായിട്ട് ഓൾറെഡി വിളമ്പി വെച്ചേക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് പതുക്കെ ചോറും സാമ്പാർ അങ്ങനെ ഒഴിച്ചു കൂട്ടാനുള്ള കറികളൊക്കെ ഇതിൻ്റെ പുറകെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.